അല്ല, ഹഡ്കോ കമ്മിറ്റി എന്താണെന്ന് എനിക്കറിയില്ല. ഞാനതിന് മുമ്പ് ശ്വേത ഇറങ്ങിയപ്പോൾ ഞാനും ഇറങ്ങിയെന്നുള്ളൂ. അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഒരു ആരോപണമൊന്നുമില്ല, വാസ്തവമാണ്. അംഗത്വം രാജിവെക്കുന്നത് അല്ല, ശ്വേതാമേനോൻ പറഞ്ഞ് ശ്വേതാമേനോട് ചോദിച്ചാൽ മതി. അവരംഗത്തിൽ രാജിവെച്ചു എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഇത് മാറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? അപ്പോൾ അവർ പലതും തുറന്നു പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്കോപ്പാണ്. എനിക്കൊന്നും തുറന്നു പറയാനൊന്നുമില്ല. അപ്പം അവർ രാജിവെക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അംഗങ്ങൾ ഞങ്ങൾ എല്ലാവരും അവരോട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ച് രാജിവെക്കുക. അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റാണ് സ്വാഭാവികമായിട്ടും വരേണ്ടത്. ഇപ്പോൾ ആരാണ് പിന്നെ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്നത്? ഹഡ്കോ കമ്മിറ്റിയുടെ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല. ഞാനിപ്പോൾ അല്ല, ഹഡ്കോ കമ്മിറ്റി എന്താണെന്ന് എനിക്കറിയില്ല. ഞാനതിന് മുമ്പ് ശ്വേത ഇറങ്ങിയപ്പോൾ ഞാനും ഇറങ്ങിയെന്നുള്ളൂ. എനിക്ക് അത്യാവശ്യം ഒരു പോകേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ. രാവിലെ കൃത്യമായിട്ടൊന്ന് നമുക്ക് അറിവ് കിട്ടിയ ഉണ്ണീഷ് ബാല് ജോയ് മാത്യുവിന് ഇതൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഞാൻ ഒരിക്കലും കമ്മിറ്റിക്ക് വരാത്ത ആളാണെന്ന് ജോയ് മാത്യു പറഞ്ഞു എന്ന് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ഉണ്ണീഷ് ബാല് മീറ്റിംഗിലാണ് പറഞ്ഞത്, ജോയ് മാത്യുയുടെ പേരെടുത്ത്. അതെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? താങ്കൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു? ഞാൻ ഉന്നയിച്ചിരുന്നല്ലോ. എപ്പോഴും ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. അദ്ദേഹം യാതൊരു ലീവ് ലെറ്ററോ അങ്ങനെയും തരാതെ പെട്ടെന്ന് എക്സ്കൗണ്ട് ചെയ്യലും അയാൾ പോവുക ചെയ്ത്. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. ഇന്നാണ് പിന്നെ അദ്ദേഹത്തെ നമ്മളെല്ലാവരും കാണുന്നത്. മനസ്സിലായി? അപ്പോൾ ഒരു സംഘടന പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ലീവ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ രാജിവെച്ച് പോവുകയാണെങ്കിലും ഒക്കെ തന്നെ സംഘടനയെ രേഖാമൂലം അറിയിക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഒരു ആരോപണമൊന്നുമില്ല, വാസ്തവമാണ്. പിന്നെ ശ്വേതാമേനോൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമല്ലോ. കാരണം ഞങ്ങളുടെ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണല്ലോ. ഐക്യദാർഢ്യം സംഘടനയിൽ രാജിവെച്ച് പോകുന്നതിനല്ല, പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്ന ഒരു കമ്മിറ്റിയുടെ എന്താ പറയുക, തലപ്പത്തുള്ള ആൾ എന്നുള്ള രീതിയിൽ അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമല്ലോ. ഈ സംഘടനയെ ഒരു സംഘം കുറ്റാരോപിതർ വീണ്ടും പിടിച്ചടക്കിയെന്നാണ് ശ്വേത പറഞ്ഞത്. അത് ശ്വേതയുടെ അഭിപ്രായമാണ്. ഞാനങ്ങനെ പറയാൻ. താങ്കൾ ഇതിനു മുമ്പിരുന്ന കമ്മിറ്റിയിലും വലിയ അഴിമതി ആരോപണം ഉണ്ടെന്നാണ്. താങ്കളും ഇതിനു മുമ്പ് കമ്മിറ്റിയിൽ ഇരുന്ന ആളാണ്. അതിൽ സാമ്പത്തിക തട്ടിപ്പുണ്ടായി, അങ്ങനെയും ശ്വേതാമേനോൻ പറയുന്നുണ്ട്. അല്ലാതെ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു ഫോറൻസിക് ഓഡിറ്റിംഗ് വേണമെന്ന് മുമ്പ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കത് കൃത്യമായി പറയാൻ പറ്റില്ല. ഓഡിറ്റിംഗ് കഴിയാൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് 45 ദിവസത്തിനുള്ളിൽ തീരുമാനമാവും. ഇത് തന്നെ കണക്ക് അവതരിപ്പിക്കാൻ വൈകിയത് ഉണ്ണീഷ് ശിവപാൽ എന്ന് പറഞ്ഞ ആളില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് കൃത്യമായ കണക്ക് അവതരിപ്പിക്കാൻ പറ്റാതിരുന്നത്. അല്ലാതെ ഈ സംഘടനകളിൽ ഒരു പൈസ അടിച്ച് മാറ്റിയൊന്നുമല്ല. പ്രോപ്പറായിട്ട് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണം ഒരു ട്രഷറർ കണക്ക് അവതരിപ്പിക്കുമ്പോൾ. ട്രഷറർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതാണ് ഇതിൻ്റെ മെയിൻ ഇഷ്യൂ ആയിട്ട് വന്നത്. ഓക്കെ.